വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളെ കല്യാണ ഷോപ്പിംഗ്, അതായത് ഈ വീട്ടിലെ സൂപ്പർ സ്റ്റാറിന്റെ കല്യാണമാണ് യാസീന്റെ. അപ്പം പുള്ളീന്റെ കല്യാണത്തിന്റെ ഭാഗമായിട്ട് ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട് ശോഭികയിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത് വന്നിരിക്കുകയാണ്. അപ്പം ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണോ വേണ്ടേ? കൊടുക്കണോ? അപ്പൊ കാണിച്ചു കൊടുക്കണ്ട. നമുക്ക് എന്തൊക്കെ അറിയാം? കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ അവർക്ക് കുഴപ്പമുണ്ടാവില്ലല്ലോ. ലൂയിന്റെ ഇതൊക്കെ കാണിച്ചു കൊടുക്കാം. പിന്നെ ഓളെ വീട്ടുകാരത്തെ ഇപ്പൊ തന്നെ കാണിച്ച ഓളെ വീട്ടുകാരതൊക്കെ കാണും. അപ്പൊ നമ്മളെ സസ്പെൻസ് പോകും. അപ്പൊ നമുക്ക് ഏകദേശം 1 2 3 4 5 6 7 8 9 10 11 12 13 14 12 എണ്ണം കവറും പിന്നെ 2-3 പെട്ടി അങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ ഉള്ളത്. ഇതൊക്കെ ആയിരുന്നാ പർദ്ദ കാണിച്ചു കൊടുക്കണോ? പർദ്ദ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. അത് മനസ്സിലാവില്ലല്ലോ. ഓളെ വീട്ടിലുള്ളത് കാണിക്കണ്ട. എന്താ കോംപ്ലിമെന്റ്? ലൂയിന്റെ കോട്ട് കാണിച്ചു. ലൂയിന്റെ കോട്ട് കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും. ലൂയിന്റെ കോട്ടാണ് ഇത് കേട്ടോ. അതായത് ഇവന്റെ കോട്ടാണ് അത്. ഓന്റെ ഡ്രസ്സാണത്. ഐസിന്റെ കാണിച്ചു കൊടുക്കും. ഇത് ഐസിന്റെ ഒരു കോട്ട് കേട്ടോ. ഒരു കോട്ട് ഇതാ ഐസിന്റെ. അത് എനിക്ക് ഞാൻ സെലക്ട് ചെയ്താട്ടോ. അത് നല്ല ഭാവി ഇപ്പൊ എന്തിനൊക്കെയോ വന്നിരിക്കുകയാണ്. എന്തിനാണോ ഇപ്പച്ചിന്റെ മുണ്ടൊക്കെ കാണിച്ചോളി. ഇതാ ഇത് മുണ്ടാണ്. ഇതാരുടെ മുണ്ട്? ഇതാണ് 3500 മുണ്ട്. ഇത് 3 മുണ്ടുകള്. 4 മുണ്ടുണ്ടാവും. 4 മുണ്ട്. ഇത് എന്താണ് എനിക്ക് തോന്നണത്? സിദ്ദിപ്പാന്റെ മുണ്ട. കാണിച്ചതാ. ഇത് പർദ്ദ. പർദ്ദ കാണിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ബ്ലാക്ക് ആൻഡ് ഇത് ഉമ്മാമാന്റെ പർദ്ദയാന്ന് തോന്നുന്നു. എഴുതിയൊന്നും വെക്കണ്ട. നമ്മള് ജസ്റ്റ് ഇല്ല, അതൊക്കെ ഞാൻ നോക്കി വെച്ചു. ചിലവര് പറഞ്ഞ ഇതൊക്കെ ആഡംബരാണ്. ഇങ്ങനൊന്നും ഇതൊന്നും ആഡംബരല്ല കേട്ടോ. ഇതൊക്കെ ആഗ്രഹവും. ഇതാണോ? ഇതാട്ടോ നമുക്ക് കോംപ്ലിമെന്റ് ആയിട്ട് ഗോപികേന്ന് കിട്ടിയത്. അല്ല സോറി, ശോഭികേന്ന് കിട്ടിയത്. ഇതാ ഇത് മാത്രമേ കിട്ടിയുള്ളൂ. ഒരു ടവല് കിട്ടി. പിന്നെ ടിഷ്യൂ പേപ്പർ കിട്ടി. ഇതെന്താ? ഗോപികേന്ന് കിട്ടിയ കുഞ്ഞി പ്ലേറ്റും. ഇത് ചോറുന്നാനും അത് ചിക്കൻ പൊരിച്ചിടാനും. അതൊക്കെ തന്നെ ഉള്ളു. പിന്നെ ഇപ്പൊ എന്തല്ലോ. ഇതെന്താണ്? ഒരു ഇത് അച്ചാർ ഇട്ടേക്കാം. തൈര് അച്ചാർ. ഇതെന്താ? ഇത് പെച്ചിന്റെ മുണ്ടാട്ടോ. ഇത് നിക്കാനുള്ള മുണ്ട്. നിങ്ങളല്ലേ 3000 മുണ്ടുണ്ട്. അതെവിടെ? ആ മുണ്ടാണ് എനിക്ക് കാണണ്ടത്. അല്ല, ഇതാണ് പെച്ചിന്റെ മുണ്ട്. നോക്കി. അതിനെത്ര? എത്ര മുണ്ടാ? അതല്ല, ആ 3000 മുണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതൊന്ന് കാണട്ടെ. 5 മുണ്ടുണ്ട്. എനിക്ക് ആ മുണ്ടൊന്ന് കാണേണ്ടിയിരുന്നു. ഇത് ചെറുപ്പാൻ്റെതാ. അതൊക്കെ അവിടെ വെക്ക്. എല്ലായിടത്തും കാണിക്കല്ലേ ബെസ്റ്റ്. കാണിക്കില്ല, ഞാൻ നോക്കണേ. പെച്ചിന്റെ മുണ്ട് കാണാം. അത് മുണ്ട് വൈറ്റ് അല്ലേ? മേലെ നോക്കി കാണുള്ളൂ. ഇത് നമ്മള് മുട്ടായിത്തെരുവ് പോയിട്ട് മേടിച്ച സാധനമാണ്. ഇതാ ചെരുപ്പ് കാണിച്ചു കൊടുക്കും നിങ്ങളെ. അത് കാണിച്ചു കൊടുത്തൂടെ ഉമ്മാക്ക്? ഇതാ ഉമ്മാന്റെ ചെരുപ്പ്. അതൊക്കെ വാങ്ങി ബനിയൻ അടിച്ചു വേണ്ടി. അതെന്നെ മണ്ടനാ. എന്നിട്ട് എല്ലാം എന്റെ പേരില്. അറിയോ? 2 സാരി, 3-4 ചുരിദാറ്, അതിന്റെ ഇടയിൽ നൈറ്റ് എടുത്തിക്കണ്, ഷാൾ എടുത്തിക്കണ്. എന്നല്ലേ ചാമ്പന. ഇങ്ങനെ ആലോചിക്കാൻ
തുക്കടാ ചെരുപ്പ് ആ അടിപൊളി. നല്ല രസമുണ്ട്. ഇപ്പൊ ഇത് ഉമ്മക്ക് കൊച്ചിയിലെ അങ്ങനത്തെ പറ്റുള്ളൂ. ചെരുപ്പ്. ഇത് രണ്ടും പർദ്ദയാ. ഇത് എവിടുത്തെയാ? UK മന്തിയോ? അങ്ങനെ പറ്റില്ല. ഞാൻ സിൽക്ക് മന്തി. ഇവിടെ മുണ്ട് പറ്റി എന്റെ അമ്മ ഇത്ര വലിയ കവറോ? ആ മുണ്ട് കാണില്ല. ആ മുണ്ട് കാണില്ല. അതേതാ അപ്പൊ? ഇത് അതിലോക്ക്. ആ ഇവിടെ അത് വേറെ തന്നെ വെട്ടി. അമ്മോ 4000 രൂപേന്റെ മുണ്ട് സ്വർണം കൊണ്ട് ഉണ്ടാക്കിയെന്നോ. 3800. നോട്ടെ എന്താ പിന്നെ സ്പെഷ്യാലിറ്റി? ലിനന്റെ ആണേ. ലിനന്റെ. ഓ അത്രേ ഉള്ളൂ. വേറെ ഏതൊക്കെ ഉണ്ട് പിന്നെ ഗൈസ്? ഉമ്മ ഇവര് ഇത് നോക്കട്ടെ. ഉമ്മ മൈക്ക് കേട്ട് മതി. മൈക്ക് നിസ്കാരം കുപ്പായത് മൈക്ക് കേട്ട്. എന്നാ നിങ്ങൾ അടുക്കള കാണിക്ക്. ഓരോ പറഞ്ഞാ തീരൂല. ഇവിടെ അടുക്കളേന്റെ പണി തീർന്നിട്ടുണ്ട് മൊത്തം. ഇനി ചെറിയതെന്തോ ഉള്ളൂ. ബാക്കി എല്ലാ പണി ചിത്രജി തിരിഞ്ഞു വന്നിട്ടേ. പിന്നെ സലീം അറിയാ നിങ്ങള് വെള്ളത്തിന്റെ ഉദ്ഘാടനം കഴിച്ചാളിയാണ്. ഇപ്പൊ സലീം അറിയാ ആക്കെ ഇങ്ങോട്ട് ഉദ്ഘാടനം കഴിച്ചോളൂ. നിങ്ങൾക്ക് നാളെ വീഡിയോ ഉണ്ടല്ലോ. അതന്നെ. ഇതാണ് ഇപ്പം ഇവിടെ മൊത്തം. ഇതെന്തിനാ പറയാ? കബോർഡ് ഉണ്ടാക്കി ഇവിടെ ഗ്രാനൈറ്റ് ഒട്ടിച്ച് എല്ലാം സെറ്റായി. ഭാവി കൊണ്ടായിട്ട് വെച്ചാൽ വെള്ളം വന്നോ? നോട്ടെ. ഇത് റെഡിയാക്കിയിട്ടില്ല. വെള്ളം വന്നിട്ടേ സിങ്ക്. ഈ വെള്ളം എങ്ങോട്ടാ പോണേ? റെഡിയാക്കി. ഇത് നിങ്ങക്ക് ഇത് വെക്കാനാ? കൊറേ മീഷോന്ന് കുപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുപ്പിയൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഇതൊക്കെ ഇങ്ങോട്ട് പോരും. ഗ്യാസ് ഇവിടെ വരും നാളെ. ഡോർ വെച്ച് ഇവിടെ ഒരു ഹോള് വെച്ചില്ലേ? പിന്നെ ഫ്രിഡ്ജ് ഇവിടെ വരും. ഫ്രിഡ്ജ് ഇവിടെയോ? അവിടെ നിന്നോട്ടമ്മ. നല്ല വൃത്തിയുണ്ട് അവിടെ. ആ ഫ്രിഡ്ജ് നാശായിട്ട് കൊള്ള ഉപ്പുള്ള വൃത്തിയുടെ ഒക്കെ പോവും. അല്ല വൃത്തിയൊക്കെ അതിന്റെ പോവും. വേണ്ട. കൊച്ചു പലതും പറയും. ഇവിടെ വെച്ച് കഴിഞ്ഞാല് മൊത്തം ബോറാവും. ഫ്രിഡ്ജ് അവിടെ സേഫ് ആണ്. ആ വൃത്തി കിട്ടുന്നത് ഇത്ര വർഷമായിട്ട് എന്തുകൊണ്ടറിയാം? അത് അവിടെ ആയതുകൊണ്ട്. ഫ്രിഡ്ജ് അവിടെ തന്നെ നിൽക്കണം. എല്ലാരും ഒന്ന് അഭിപ്രായം പറയാ. ഫ്രിഡ്ജ് ഇവിടെ വെക്കണം. ചിത്രേച്ചി പറയും ഫ്രിഡ്ജ് ഇവിടെ വെക്കണോ അവിടെ വെക്കണം? ഇവിടെ പോരെ? കണ്ടോ? അതാണ് ആ ചിത്രത്തിരിക്കുന്ന സ്ഥലം അത്. ഏതോ അതുകൊണ്ടൊന്നല്ല. അപ്പൊ അവിടെ തന്നെ മതി. പിന്നെ എന്റെ റൂം കാണിച്ചു തരാണ്ട്. വേറെ ഇപ്പൊ എന്താ ഉള്ളത്? എന്റെ 1 million ഒക്കെ അവിടെ ഇങ്ങനെ ഇതായി കിടക്കണം. ആരാ ഫോൺ ചെയ്തത്? ഇത് കഴിഞ്ഞിട്ട് ഞാൻ റൂം കാണിച്ചു തരാം. ഇവിടെ എന്തായി നോക്കട്ടെ. ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചു. ബില്ല് എവിടെ ഉണ്ട്? അതുണ്ടാവും. അപ്പൊ ഇതാ നല്ല സാരികൾ കിട്ടിയിട്ടുണ്ട്. നമ്മള് അതായത് കല്യാണത്തിന് ഡ്രസ്സ് എടുത്തിട്ട് ആദ്യമായിട്ട് നമ്മളെ ഡ്രസ്സ് നമ്മൾ കൊടുക്കണത് നമ്മളെ ചിത്രേച്ചിക്കാണെങ്കിൽ ചിത്രേച്ചി എന്റെ കല്യാണത്തിന് ഡ്രസ്സ് വാങ്ങിയിട്ട് ഞാൻ ഇങ്ങക്കാട്ടോ ആദ്യമായിട്ട് കൊടുക്കണത് തരുന്നത്. കണ്ടിട്ട് അഭിപ്രായം പറയണം. ഇങ്ങക്കാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ കല്യാണത്തിന്റെ ഡ്രസ്സ്. കളർ ഇഷ്ടായോ? നല്ല കളർ. നല്ല സാരി അല്ലേ? ചിത്രമൊക്കെ നോക്കിക്കോട്ടെ. മക്കല്ല ചിത്രേച്ചിക്ക് വെക്കണ്ടേ. ഇതന്നെ എടുക്കണം കേട്ടോ കല്യാണത്തിന്റെ അന്ന്. ചിത്രേച്ചിന്റെ വീട്ടിൽ പോയിട്ട് കല്യാണം വിളിക്കണ്ടേ? ഇതിന്റെ കളർ ചേഞ്ച് ആണ് ശൈലേച്ചിക്ക് എടുത്തത്. ഏതാ ബ്ലൗസ്? ഇതാണ് ബ്ലൗസ്. നല്ല അടിപൊളി ബ്ലൗസ് ആണല്ലോ. പക്ഷെ ആ മറ്റേ ഈ കളറല്ലല്ലോ, വേറെ കളർ. അതേ സെയിം കളർ അല്ലേ? നല്ല ബ്ലൗസും. നല്ല വലിപ്പമുണ്ട് ബ്ലൗസ്. ചിത്രയ്ക്ക് ഇത്രയൊന്നും വേണ്ട. അടിച്ചോളി. പകുതി മതി ഇതിന്റെ. നിവർത്തണ്ടമ്മ. ഞാൻ മടക്കി നല്ലോണം പിടിക്കുമ്പോ നല്ല രസമുണ്ടോ? കളർ സെലക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. ഓ ഇഷ്ടം പോലെ. നല്ല വലിപ്പുണ്ട് കേട്ടോ സാരി. നല്ല സാരിയാ. സൂപ്പർ സുന്ദരിയാവും ചിത്ര. ചിത്രയ്ക്ക് 2 നൈറ്റും കൂടി എടുത്തെടുക്കണം. അത് അവിടെ തന്നെ എടുത്തുകൂടായിരുന്നില്ല. അപ്പൊ ആ തിരക്കിന്റെ ഇടയിൽ മോനെ തന്നെ എടുത്തതൊക്കെ എങ്ങനെയാന്ന് നമുക്ക് അറിയുള്ളൂ. കൊഴങ്ങിട്ട്
ഇനി ബാക്കിയുള്ളവർക്കൊക്കെ നാളെ കൊണ്ട കൊടുക്കണം. ഇവിടെ ഉള്ളവർക്കൊക്കെ ചിത്രേച്ചിക്ക് തന്നെ ആദ്യം കൊടുത്തതിൽ ഞാൻ സന്തോഷവാനാണ്. ഓക്കെ, അപ്പം ആ സാരി ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഭാവി മെയിനായിട്ട് വന്നത് ഭാവിന്റെ വീട്ടിൽ അവരുടെ മേടിച്ചത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതാട്ടോ മറ്റേ സാരി. ഇത് ഭാവിന്റെ വീട്ടിലത്തെ ചേച്ചിക്കുള്ളതാണ്. ഞാൻ മേലോട്ട് വന്നിരിക്കുകയാണ്. ആരെയും കൂട്ടിയിട്ടില്ല, ഞാൻ തന്നെ എൻ്റെ റൂമിന്റെ പണി. വാവ്, ഇതാ കട്ടിലായിരിക്കുകയാണ്. കട്ടിൽ ഇത്രത്തോളം ആയിരിക്കുന്നു. കിങ് സൈസ് കട്ടിൽ. ഇവിടെ എത്രയായി ഇങ്ങനെയൊക്കെയായി സെറ്റപ്പ് കാര്യങ്ങൾ. ഇത് അലമാരന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെ തട്ട് വെക്കാനുള്ള സെറ്റപ്പാണ്. അപ്പൊ ചിത്രം വരച്ച് വെച്ചിനും പക്ഷെ ഞാൻ ഡയറി കൊണ്ടുപോയി തോന്നുന്നു. അലമാരന്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നു. എല്ലാം വർക്ക് കഴിഞ്ഞിട്ട് കാണാം മൊത്തത്തിൽ. അതല്ല അതിന്റെ രസം. ഇത് പുട്ടി ഉണങ്ങിട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം നാളെ പോയിട്ട് ഇതിന്റെ കുഷിനും കാര്യങ്ങളൊക്കെ എടുക്കണം. ഇതാ കുഷിൻ ഇവിടെ ഇട്ട് വരിക. ഇതിലോട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് നമ്മളെ കുഷിനും കാര്യങ്ങളൊക്കെ വരിക. എന്തായാലും മൊത്തത്തിൽ അടിപൊളിയായിരിക്കണേ. ഹാപ്പി. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്, കണ്ടോ? അവിടെ സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഗുഡ് ചോയ്സ് മാൻ, ഗുഡ് ചോയ്സ്. ഞാൻ എന്നെ തന്നെ പൊക്കാണ് ഗൈസ്, വേറെ ആരും എന്നെ പൊക്കാനില്ല. അതുകൊണ്ട് അയ്യോ ലൈറ്റ് ഓഫ് ആക്കട്ടെ. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ എൻ്റെ കോലം, എൻ്റെ പിന്നെ മേക്ക് ഓവർ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരാഴ്ച നമ്മൾ മേക്ക് ഓവറിലോട്ടൊക്കെ വരുന്നതാണ്. പിന്നെ ബാംഗ്ലൂർ ഉള്ളവരൊന്ന് പറയുക, ബാംഗ്ലൂർ എവിടെയാണ് നല്ല മാർക്കറ്റ് ഉള്ളതെന്നൊക്കെ. ഈ വരുന്ന വെള്ളി, ശനി, ഞായർ ഞങ്ങൾ ബാംഗ്ലൂർ വരികയാണ്. അപ്പം അന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം. കുടുംബക്കാരെ തൊട്ടപ്പുറത്ത് ഉപ്പനീൻ്റെ പുര, അതിൻ്റെ അപ്പുറത്ത് എന്താ മൈക്കോ. ഞാൻ ഇതിന്റെയൊക്കെ വില കുറച്ച് കളഞ്ഞു, അത് ഞാൻ ഇവിടെ ഒട്ടിച്ചു, ഞാൻ മറന്നുപോയി. അപ്പം തൊട്ടപ്പുറത്ത് ഉപ്പാൻ്റെ അനിയന്റെ പുര, അതിന്റെ അപ്പുറത്ത് തറവാട്. അപ്പം ഇത് ഒരു ഉപ്പാൻ്റെ അനിയൻ സലാംക്കാക്കുള്ള പിന്നെ ഷർട്ടും തുണി. മൂപ്പര് ഇങ്ങനെ ഒരു ലിനൻ ടൈപ്പിലുള്ള ഷർട്ടായിട്ട്, അപ്പൊ അതും പിന്നെ മൂപ്പർക്കുള്ള മുണ്ടും തുണിയാട്ടോ വാങ്ങിയത്. ഇത് ഉപ്പാന്റെ വേറെ അറിയാൻ ചെറുമാവനുള്ള ഷർട്ട്, തുണിയും മുണ്ടും. ഇത് ഉമ്മച്ചിക്കുള്ള പർദ. ഇങ്ങനെയൊക്കെ കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. പിന്നെ ഇത് ഫിദമോക്കുള്ള ചുരിദാർ. ഇത് ഞാൻ അതുവരെ കണ്ടില്ലല്ലോ, ബുളുബുളിയിൽ നിന്നുള്ള ചുരിദാറാണല്ലോ. റേറ്റ് ഉണ്ട്, ഇത്രയും റേറ്റ് ഉള്ള. ഓക്കെ, പറിച്ചളയുന്നു. ഇത്ര റേറ്റ് ഉള്ള ചുരിദാരൊക്കെയാണ് ഇവര് മേടിച്ചത്. ഓക്കെ, അപ്പൊ ഞാൻ കൊണ്ട കൊടുത്തിട്ട് വരാം കേട്ടോ.